നമസ്കാരം സുഹൃത്തുക്കളെ, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് 12 മിനിറ്റ്. നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ ഓർഡർ ബ്ലോക്കുകളൊക്കെ ഇന്ന് ട്രേഡ് ചെയ്യാൻ ആവശ്യമായത് അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന BPCLൻ്റെ ചാർട്ടാണ്. ഇതിൽ പ്രീ ഓപ്പൺ മാർക്കറ്റ് വന്നേക്കുന്നത് 294 രൂപ 85 പൈസയിലാണ്. അതായത് നമ്മളുടെ ഈ ഓർഡർ ബ്ലോക്കിന് തൊട്ടടുത്താണ്. സോ ദാറ്റ് നമുക്കിവിടെ തോന്നുന്നു ഈ ഓർഡർ ബ്ലോക്ക് ഇന്നും വർക്ക് ചെയ്യുകയാണെങ്കിൽ അത് താഴത്തേക്ക് നമുക്ക് എൻട്രി എടുക്കാനായിട്ട് നല്ലൊരു ഓപ്ഷനാണ്. സോ ദാറ്റ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ്. ഇന്നലെ മാർക്കറ്റ് 2.5% മൂവ് ചെയ്തിരുന്നു. സോ ദാറ്റ് ഇന്നിനിപ്പോൾ 2 മിനിറ്റും കൂടെ ഉണ്ട്. നമുക്ക് മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം വീണ്ടും നമ്മളിപ്പോൾ 51 ക്വാണ്ടിറ്റി സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓർഡർ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓർഡർ ഇട്ട് കൊടുക്കണം. നമുക്കിനി വെയിറ്റ് ചെയ്യാം. മാർക്കറ്റ് ഓപ്പൺ ചെയ്യാൻ കുറച്ച് സമയം കൂടെ ഉണ്ട്. ഓക്കെ, ഇനി 10 സെക്കൻഡിനുള്ളിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതാണ്. അപ്പോൾ 51 ക്വാണ്ടിറ്റി സെല്ല് ചെയ്യാൻ വേണ്ടി നമ്മൾ ലിമിറ്റ് പ്രൈസിൽ വെച്ചിട്ടുണ്ട്. മാർക്കറ്റ് അതിനും മുകളിലാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. സോ ദാറ്റ് നമ്മളിപ്പോൾ ഒന്നും ചെയ്യുന്നില്ല. മാർക്കറ്റ് മുകളിലേക്ക് ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ അത് മുകളിലേക്കുള്ളൊരു മൂവ് തരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മളിപ്പോൾ ഒന്നും ചെയ്യുന്നില്ല. മുകളിലേക്കുള്ള ടാർഗറ്റ് വരുന്നത് 1 അപ്പോൾ 1:3 അവിടെ മുകളിലേക്ക് കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട്. എന്തായാലും ഈ ക്യാൻഡിൽ എന്ത് ചെയ്യും എന്ന് നോക്കിയിട്ടേ നമുക്ക് എൻട്രി എടുക്കാൻ പറ്റത്തുള്ളൂ. താഴത്തേക്ക് ബ്രേക്ക് ചെയ്താൽ നമുക്ക് താഴത്തേക്ക് എൻട്രി എടുക്കാവുന്നതാണ്. ഇവിടെ അത് തന്നെ സംഭവിക്കാനുള്ളൊരു സാധ്യത ആണ് നമ്മൾ കാണുന്നത്. സോ ദാറ്റ് നമ്മളവിടെ സ്റ്റോപ്പ് ലോസ് എൻട്രി ആയിട്ട് ഇടുകയാണ്. താഴത്തേക്ക് ബ്രേക്ക് ചെയ്താൽ അത് കിട്ടട്ടെ. പക്ഷെ അവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. നമ്മൾ ആ എൻട്രി എടുത്തിട്ടുണ്ട്. താഴത്തേക്ക് ഡൗൺ സൈഡാണ് എടുത്തേക്കുന്നത്. 51 ക്വാണ്ടിറ്റിയാണ് നമ്മൾ എടുത്തേക്കുന്നത്. ഇനി നമുക്ക് സ്റ്റോപ്പ് ലോസ് ഓർഡർ ഇടണം. നമുക്ക് കിട്ടിയേക്കുന്ന എൻട്രി 294.85 കിട്ടിയേക്കുന്നത്. 0.5% സ്റ്റോപ്പ് ലോസ് എന്ന് പറയുമ്പോൾ ഓൾറെഡി മുകളിലേക്ക് നല്ലൊരു മൂവാണ് ഇന്ന് കൊടുത്തേക്കുന്നത്. നമ്മുടെ സ്റ്റോപ്പ് ലോസ് എടുക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. എന്തായാലും നമുക്ക് നോക്കാം. നമ്മുടെ സ്റ്റോപ്പ് ലോസ് എൻട്രി വരുന്നത് 296.35 അത് നമ്മൾ വെച്ച് കൊടുക്കുകയാണ്. അത് പോകുന്നെങ്കിൽ പോട്ടെ. 296.35 നമ്മൾ സെല്ല് ചെയ്തിട്ടുണ്ട്. ഇനി ബൈ ഓർഡറാണ് നമുക്ക് വെക്കേണ്ടത്. സ്റ്റോപ്പ് ലോസ് ബൈ ഓർഡർ ക്വാണ്ടിറ്റി വരുന്നത് 51 എണ്ണമാണ്. 51. അപ്പോൾ ആ സ്റ്റോപ്പ് ലോസ് നമ്മൾ വെച്ച് കൊടുക്കുകയാണ്. മോസ്റ്റ് പ്രോബബ്ലി ഇന്ന് സ്റ്റോപ്പ് ലോസ് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നമുക്ക് തോന്നുന്നത് കേട്ടോ. അപ്പോൾ സ്റ്റോപ്പ് ലോസ് എൻട്രി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ 1:2 എന്ന് കൂടുതൽ എടുക്കുന്നില്ല. അതിനുള്ളൊരു ധൈര്യം തോന്നുന്നില്ല. അതുകൊണ്ടാണ് 1:2 നോക്കിക്കഴിഞ്ഞാൽ 291.85 അങ്ങോട്ടേക്ക് നമ്മൾ ടാർഗറ്റും കൂടെ പ്ലേസ് ചെയ്യാൻ പോവാണ്. 291.85 ടാർഗറ്റ് മിക്കവാറും ഇടേണ്ടി വരത്തില്ല. അതിന് മുമ്പ് ഇപ്പോൾ കിട്ടാൻ സാധ്യതയുണ്ട്. സ്റ്റോപ്പ് ലോസിൻ്റെ തൊട്ടടുത്തേക്ക് എത്തുന്നു. ഓർഡറാണ് ടാർഗറ്റ് ഇടേണ്ടത്. ഓക്കെ, ടാർഗറ്റ് ഓർഡർ ഇടുവാണ്. 1:2 നമ്മൾ വെച്ചിട്ടുണ്ട്. ഇനി ഇന്നത്തെ ഹൈ ടു ലോ, അതായത് നമ്മുടെ ടാർഗറ്റ് വരെ നോക്കിക്കഴിഞ്ഞാൽ എത്രയാണ് ചേഞ്ച് എന്ന് നോക്കാം.
അത് ജസ്റ്റ് 1.5% ഉള്ളൂ. സോ ദാറ്റ് ടാർഗറ്റ് നമുക്ക് വേണമെങ്കിൽ കൂട്ടാവുന്നതാണെന്ന് അർത്ഥം. താഴത്തെ ഓർഡർ ബ്ലോക്ക് വരെ നമുക്ക് കൂട്ടാൻ പറ്റുമോ എന്നതും കൂടെ നോക്കാം. എന്തായാലും കുറച്ച് നേരത്തേക്ക് പോസ് ചെയ്യുകയാണ്, അതിനുശേഷം വരാം. പ്രീവിയസ് ക്യാൻഡിൽ ക്ലോസ് ചെയ്തത് ഒരു ഇൻഡിസിഷൻ ക്യാൻഡിലായിട്ടാണ്, നിങ്ങൾക്ക് അവിടെ കാണാവുന്നതാണ്. നല്ല വോളിയം അതിൽ വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് ഹ്യൂജ് വോളിയമാണ് വന്നിട്ടുള്ളത്. അത് അപ്പ് സൈഡ് വോളിയം വന്നതായിട്ടാണ് കാണിച്ചേക്കുന്നത്. 882K വോളിയം ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് എന്നിപ്പോൾ തന്നെ ഹിറ്റ് ചെയ്യേണ്ടതാണ്. അതല്ല, ഇവിടെ ഇങ്ങനെ ഈ ഓർഡർ ബ്ലോക്കിനുള്ളിൽ സെൽ സൈഡിലേക്കാണ് കൂടുതൽ വോളിയം വന്നിട്ടുള്ളതെങ്കിൽ താഴത്തേക്ക് നല്ലൊരു ഫോള് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ എന്താണ് ആക്ച്വലി അവിടെ നടന്നിട്ടുള്ളത് എന്നറിയണമെങ്കിൽ നമുക്ക് ഗോ ചാർട്ടിങ്ങിൻ്റെ എന്താ പറയണേ ഓർഡർ ഫ്ലോ ചാർട്ട് അതിൽ നിന്നേ അറിയാൻ പറ്റത്തുള്ളൂ. അത് നമ്മൾ യൂസ് ചെയ്യുന്നില്ല, അതുകൊണ്ട് അതറിയാൻ മാർഗ്ഗമില്ല. അപ്പോൾ ഓരോരോ സ്റ്റോക്കിൽ നമുക്ക് ഇട്ടേക്കുന്ന അലർട്ട് അടിക്കുന്നതാണ് സൗണ്ട് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ സ്റ്റോക്കിൽ നമ്മൾ സ്റ്റോപ്പ് ലോസിനടുത്തേക്ക് പോകുന്നു. വോളിയം നന്നായിട്ട് കയറി വരുന്നുണ്ട്, പക്ഷെ അത് ബൈയിങ് വോളിയമാണ് കയറിക്കൊണ്ടിരിക്കുന്നത്. ഇതൊരു ട്രാപ്പിംഗ് ആണ് എങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. അതല്ല എങ്കിൽ, കാരണം ഇത് ഓർഡർ ബ്ലോക്കിനുള്ളിൽ നിന്ന് ഓപ്പൺ ചെയ്തു എന്നത് കൊണ്ടിട്ടാണ് നമുക്ക് ആ കൺഫ്യൂഷൻ ഉണ്ടായിരിക്കുന്നത്. നമ്മൾ റിവേഴ്സൽ എൻട്രികളാണ് സാധാരണ എടുക്കാറുള്ളത്. എന്നിരുന്നാൽ പോലും നമ്മളിത് താഴത്തേക്ക് പുഷ് ചെയ്യും എന്നൊരു പ്രതീക്ഷയിൽ ഇന്ന് എൻട്രി എടുത്തതാണ്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം, വേറൊന്നും ഇതിനകത്ത് ചെയ്യാനില്ല. ഇവിടെയൊക്കെ ഡൗൺ സൈഡ് ട്രെൻഡാണ് ഈ ഏരിയയിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത്. ഇത് കണ്ടോ, ഇതൊക്കെ ഒരു വലിയ ഓർഡർ ബ്ലോക്കായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ഏരിയകളാണ്. സോ അത് വെച്ചിട്ടാണ് നമ്മളിന്നത് എടുത്തേക്കുന്നത്. എല്ലായ്പ്പോഴും നമ്മൾ ഉദ്ദേശിക്കുന്നത് ശരിയാകണം എന്ന് നിർബന്ധമില്ല. സ്റ്റോപ്പ് ലോസിന് തൊട്ടടുത്ത് നിൽക്കുന്നതുകൊണ്ടാണ് നമ്മൾ വീഡിയോ കണ്ടിന്യൂ ചെയ്യുന്നത്. ഈ രണ്ട് ക്യാൻഡിലുകളിലും കൂടെ അപ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ആണ് ഇന്ന് കിട്ടിയേക്കുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ട്രേഡ് ഇതോടുകൂടെ കഴിഞ്ഞു. നമ്മൾ ടാർഗറ്റ് എൻട്രി ഇട്ടേച്ചത് എക്സിറ്റ് ചെയ്യുവാണ്. ഇനി ഇന്നൊന്നും ചെയ്യുന്നില്ല. എന്നിരുന്നാൽ പോലും ഒരു ഹോംവർക്ക് എന്ന രീതിയിൽ നമുക്കിവിടെ കുറച്ച് കാര്യങ്ങൾ നോക്കാവുന്നതാണ്. അതായത് നമ്മളിപ്പോൾ കണ്ടു, ഈ ഒരു ഓർഡർ ബ്ലോക്ക് വിട്ട് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഓർഡർ ബ്ലോക്ക് ടാർഗറ്റ് ഹിറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് ടാർഗറ്റ് തിരിച്ചു വെച്ച് നോക്കാം. ഇവിടുന്ന് മുകളിലേക്കാണ് നമ്മൾ എൻട്രി എടുക്കുന്നതെങ്കിൽ എന്ത് സംഭവിക്കാം? ഇവിടെ നമുക്ക് എൻട്രി എടുക്കുന്ന പോയിന്റുകൾ നോക്കുമ്പോൾ തന്നെ അറിയാം, രണ്ട് സൈഡിലേക്കും ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ സ്റ്റോപ്പ് ലോസ് കിട്ടിയെന്ന് അത്രയും ദൂരം സഞ്ചരിച്ചിട്ടുണ്ട്. അതായത് 0.5% അപ്പോൾ രണ്ട് സൈഡിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുണ്ട്. ഇന്നിനിപ്പോൾ ടാർഗറ്റ് ഇവിടെയാണ് വരേണ്ടത്. അവിടെ പോയി ഹിറ്റ് ചെയ്താൽ 1:3.5 വരും. ഓക്കെ, നമുക്ക് നിഫ്റ്റി 50 എങ്ങനെ മൂവ് ചെയ്യുന്നു എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഓപ്പൺ ചെയ്ത മേഖലയിൽ നിന്ന് അത് നല്ല രീതിയിൽ ബുള്ളിഷായിട്ട് മുകളിലേക്കാണ് മൂവ് ചെയ്തിട്ടുള്ളത്. അപ്പം മുകളിലത്തെ ഓർഡർ ബ്ലോക്കിൽ പോയിട്ട് നിഫ്റ്റി 50 ഇൻഡെക്സ് പോയി ഹിറ്റ് ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് BPCLലും അങ്ങനെ പോയി ഹിറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 1:3 റിസ്ക് റിവാർഡ് കിട്ടുമായിരുന്നു. നമുക്കിന്ന് കിട്ടിയേക്കുന്ന സ്റ്റോപ്പ് ലോസ് ആണ്. നമ്മൾ സെൽ ഓർഡറാണ് എടുത്തത്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഇപ്പോൾ ഓർഡർ എടുക്കാറായിട്ടില്ല. സത്യം പറഞ്ഞാൽ ഇതിന് മുകളിലേക്ക് പോയിട്ട് താഴത്ത് ഓർഡർ ബ്ലോക്ക് റീടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വരും. ആ സമയത്ത് വേണം നമ്മൾ എൻട്രി എടുക്കാൻ. അതർവൈസ് ഇവിടെ ഓപ്പൺ ചെയ്തത് ഇനി താഴത്തേക്ക്, ഇപ്പോൾ താഴത്തേക്ക് എൻട്രി എടുക്കണമായിരുന്നെങ്കിൽ ഇവിടുന്ന് പ്രൈസ് താഴത്തേക്ക് മൂവ് ചെയ്തതിന് ശേഷം റീടെസ്റ്റ് ഇവിടെ വന്ന് ചെയ്യുന്ന സമയത്ത് ഓർഡർ എടുത്താൽ മതിയായിരുന്നു. അപ്പോൾ റിവേഴ്സ് എൻട്രി ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുമായിരുന്നു. അതുതന്നെയായിരുന്നു നമ്മുടെ സ്ട്രാറ്റജി. എന്നിരുന്നാൽ പോലും നമ്മൾ ഇന്ന് ആ ഓർഡർ അങ്ങനെ അങ്ങ് എടുത്തു എന്നേ ഉള്ളൂ. നമുക്ക് നോക്കാം ഇനി എന്താണ് സംഭവിക്കുന്നതെന്ന്. ഓക്കെ, ഇന്ന് നമ്മൾ ഈ ഓർഡർ ബ്ലോക്ക് കണ്ടുപിടിച്ചത് എവിടെ നിന്നാണെന്ന് നിങ്ങൾക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. നിങ്ങളിവിടെ കണ്ടു കാണും, ഈ ഒരു വലിയ ഹ്യൂജ് ക്യാൻഡിൽ ഡൗൺ സൈഡ് വെച്ചിട്ടുണ്ട്. ആ ക്യാൻഡിലിൻ്റെ ചേഞ്ച് തന്നെ 0.6%. അപ്പോൾ ഇതൊരു വലിയൊരു ബെയറിഷ് ഓർഡർ ബ്ലോക്കായിട്ട് കഴിഞ്ഞ ദിവസം വർക്ക് ചെയ്തിട്ടുണ്ട്. ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് തന്നെ ആ ഓർഡർ ബ്ലോക്കിനുള്ളിലാണ്, എന്നിട്ട് മുകളിലേക്ക് ബ്രേക്കും തന്നു.
സോ ദാറ്റ് ഈ ഓർഡർ ബ്ലോക്ക് ബെയറിഷ് ആയിരുന്നത് ഇന്ന് ഇപ്പോൾ ബുള്ളിഷ് ഓർഡർ ബ്ലോക്കായി അത് മാറിയിരിക്കുകയാണ്. ഇവിടെ ഒരു സപ്പോർട്ട് നമുക്ക് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ലോങ് എൻട്രി ആണ് നമ്മൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ലോങ് എൻട്രി ആണെങ്കിൽ 3.5 ചാൻസ് ഇവിടെ കിടപ്പുണ്ട്. പക്ഷേ ഇന്ന് സെക്കൻഡ് എൻട്രി ആയിട്ട് നമ്മൾ എടുക്കുന്നില്ല. ഒപ്പം തന്നെ നിഫ്റ്റി 50 നോക്കിക്കഴിഞ്ഞാലും ഇൻഡെക്സും ഓപ്പൺ ചെയ്തെടുത്തുനിന്ന് മുകളിലെ ഓർഡർ ബ്ലോക്കിൽ പോയി ഹിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നിഫ്റ്റി 50 ഓവറോൾ മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഒരു ബെയറിഷ് ഓർഡർ ബ്ലോക്കിൽ ഹിറ്റ് ചെയ്ത് നിൽക്കുവാണ്. നമ്മുടെ സ്റ്റോക്കും ബെയറിഷ് ഓർഡർ ബ്ലോക്കിനുള്ളിൽ തന്നെയാണ്, പക്ഷേ അതിപ്പോൾ സപ്പോർട്ടായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ മറ്റ് സ്റ്റോക്കുകളിലേക്ക് നമ്മളൊന്ന് പോവുകയാണെങ്കിൽ അതിനു മുമ്പ് നമുക്ക് നമ്മുടെ ജസ്റ്റ് ജേണലൊന്ന് പരിശോധിക്കാം. ഇന്നിപ്പോൾ 76.50 രൂപ നമുക്ക് സ്റ്റോപ്പ് ലോസ് കിട്ടി. ഓർഡർ ബ്ലോക്ക് സ്ട്രാറ്റജിയിലേക്ക് വന്നതിന് ശേഷം നമ്മളിപ്പോൾ ഇതുവരെ ചെയ്തേക്കുന്ന മൊത്തം ട്രേഡുകൾ 11 ട്രേഡാണ്. ഈ 11 ട്രേഡിൽ നമുക്ക് 3 സ്റ്റോപ്പ് ലോസ് ആണ് ഹിറ്റ് ചെയ്തിട്ടുള്ളത്. പോയിട്ട് ബാക്കിയെല്ലാം നമുക്ക് പ്രോഫിറ്റായിട്ടാണ് ഹിറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ 8 പ്രോഫിറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒപ്പം 3 ലോസുമാണ് ഓർഡർ ബ്ലോക്ക് സ്ട്രാറ്റജി നമുക്ക് തന്നേക്കുന്നത്. ഇവിടെ 319 രൂപയാണ് ഈ മാസത്തെ നമ്മുടെ നെറ്റ് പ്രോഫിറ്റായിട്ട് നമുക്ക് ഇവിടെ കാണാൻ പറ്റിയിട്ടുള്ളത്. 319 രൂപ എന്ന് പറയുമ്പോൾ നമ്മളൊരു 3000 ആവറേജ് വെച്ചിട്ടാണ് ട്രേഡ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അതായത് 10.6% പ്രോഫിറ്റ് നമുക്ക് ഈ മാസം നെറ്റ് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. നമ്മളുടെ സ്റ്റോക്ക് ഇപ്പോഴും ഡയറക്ഷൻ ഒന്നും പിടിച്ചിട്ടില്ല, അത് ഇൻഡിസിഷനിൽ നിൽക്കുവാണ്. താഴത്തേക്ക് വന്ന് ഇവിടെ ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ഇത് വീണ്ടും സ്റ്റോപ്പ് ലോസ് ആവും. ഓക്കെ, ഇനി നമുക്ക് ONGC ഒന്ന് പരിശോധിക്കാം. ONGC 2 സൈഡിലേക്കും ഓർഡർ ബ്ലോക്കിൽ ടച്ച് ചെയ്തിട്ടില്ല. സോ ദാറ്റ് ONGCക്കകത്ത് എൻട്രി എടുക്കാൻ ഇനിയും സമയം കിടപ്പുണ്ട്. ഇവിടെയാണ് എൻട്രി ഇടുന്നതെങ്കിൽ താഴത്തേക്കും, ഇവിടെയാണ് ആദ്യം വന്ന് ഹിറ്റ് ചെയ്യുന്നതെങ്കിൽ മുകളിലേക്കും എൻട്രി എടുക്കാവുന്നതാണ്. ഒപ്പം തന്നെ NTPCയിൽ വരുമ്പോൾ അത് മുകളിൽ ഓർഡർ ബ്ലോക്കിൽ വന്ന് ഹിറ്റ് ചെയ്തിട്ട് താഴത്തേക്ക് പോരാനുള്ളൊരു തയ്യാറെടുപ്പ് പോലെയാണ് കാര്യങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. NTPCയിൽ നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഏരിയ നിങ്ങൾക്ക് കാണാം, ഈ ഒരു വലിയ ക്യാൻഡിൽ താഴത്തേക്ക് വെച്ചിട്ടുള്ളത്. ഇതും ഒരു എന്താ പറയണേ ബെയറിഷ് ഓർഡർ ബ്ലോക്കായിട്ട് വർക്ക് ചെയ്യുന്നതായിട്ടാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നലത്തെ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു ബെയറിഷ് ഓർഡർ ബ്ലോക്ക് ആണ് എങ്കിൽ അതിനെ ഇന്ന് ബ്രേക്ക് ചെയ്തിട്ടില്ല, അതിൽ വന്ന് ടച്ച് ചെയ്തിട്ടുണ്ട്, എന്നിട്ട് താഴത്തേക്ക് പോരാനുള്ളൊരു സാധ്യതയിൽ നിൽക്കുകയാണ്. HDFC ലൈഫിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് ഈ ഒരു ഓർഡർ ബ്ലോക്കാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. അതിലേക്ക് വന്ന് ടച്ച് ചെയ്തു താഴത്തേക്ക് പോരുന്നതായിട്ടാണ് കാണുന്നത്. പക്ഷേ ഇത് തുടങ്ങിയിരിക്കുന്നത് നമുക്കിവിടെ കാണാം. കഴിഞ്ഞ ദിവസത്തെ പ്രീവിയസ് ഡേയിലെ ഓർഡർ ബ്ലോക്ക് നമ്മൾ ഇവിടെ നിന്നാണത് ഫൈൻഡ് ചെയ്തേക്കുന്നത്. ഈ ഒരു ക്യാൻഡിൽ മുകളിലേക്ക് പുഷ് തന്നത് ഇവിടെ ഈ ഒരു റെഡ് ക്യാൻഡിലിൻ്റെ എൻഡാണ് നമ്മൾ ഓർഡർ ബ്ലോക്കായിട്ട് എടുത്തിരിക്കുന്നത്. ഓപ്പൺ ചെയ്തു താഴത്തേക്കൊന്ന് തള്ളി അതിനുശേഷം മുകളിലേക്ക് നല്ല രീതിയിൽ മൂവ് ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. അതിൽ നമ്മൾ എൻട്രി എടുക്കുകയായിരുന്നു എങ്കിൽ ഈ പറയുന്ന പോലെ റിവേഴ്സൽ എൻട്രി നമുക്ക് എടുക്കാൻ പറ്റത്തില്ല, ബ്രേക്ക് ഔട്ട് എൻട്രി പോലെ നമ്മൾ എടുക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് കിട്ടാമായിരുന്നത് നമുക്കൊന്ന് മെഷർ ചെയ്ത് നോക്കാം. 0.5% നമ്മൾ സ്റ്റോപ്പ് ലോസ് വെച്ച് കഴിഞ്ഞാൽ ടാർഗറ്റിലേക്ക് 1:2 ഇപ്പോഴും അത് ഹിറ്റ് ചെയ്തിട്ടില്ല. സോ ദാറ്റ് കഴിഞ്ഞ ദിവസം അത് വലിയ മൂവ് കൊടുത്തിട്ടുള്ളൊരു സ്റ്റോക്ക് അല്ല എന്ന് ചുരുക്കം. ഓക്കെ, അപ്പോൾ നമ്മളത് അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്. എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. അദാനി എൻ്റർടൈൻമെൻറ്റ് അതും ഏതാണ്ട് മധ്യഭാഗത്ത് തന്നെ നിലകൊള്ളുവാണ്. സോ ദാറ്റ് ഇവിടെ ഇത് ഓർഡർ ബ്ലോക്കിലേക്ക് എത്താനായിട്ട് കുറച്ച് ദൂരം കൂടുതൽ നമ്മൾ കാണുന്നുണ്ട്. ഒപ്പം തന്നെ ഇതിനകത്ത് ഒന്നുകിൽ ഇവിടെ അല്ലെങ്കിൽ ഇവിടെ വന്ന് ഹിറ്റ് ചെയ്തതിന് ശേഷമേ നമുക്ക് എൻട്രി എടുക്കാനുള്ളൂ. ഇതൊരു ബുള്ളിഷ് ട്രെൻഡിലേക്ക് തിരിയാനുള്ള സാധ്യത കഴിഞ്ഞ ദിവസങ്ങളിൽ കാണിക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, ഇന്നത്തെ ദിവസം അതെന്ത് ചെയ്യുമെന്ന് നമുക്ക് കണ്ടറിയാം. അദാനി പോർട്ട് കഴിഞ്ഞ ദിവസം ഒരു ഡൗൺഫോളാണ് കാണിച്ചിരുന്നത്. ഇന്ന് നോക്കിക്കഴിഞ്ഞാലും താഴത്തുനിന്ന് നല്ലൊരു പുഷ് മുകളിലേക്ക് തന്നെങ്കിലും ഈ ഒരു ഓർഡർ ബ്ലോക്കിനെ അത് മാനിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇവിടെ പോയി ഹിറ്റ് ചെയ്താൽ നമുക്ക് താഴത്തേക്ക് എൻട്രി എടുക്കാവുന്നതാണ്. അത് ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക എന്താണ് ഇന്നത് ചെയ്തിട്ടുള്ളത്. ബജാജ്
ബജാജ് ഓട്ടോ നേരെ പോയി ഓർഡർ ബ്ലോക്കിനെ ഒന്ന് ബ്രേക്ക് ചെയ്ത് വെളിയിലേക്ക് പോയിട്ടുണ്ട്. അതിനുശേഷം ഇതൊരു ലിക്വിഡിറ്റി സ്വീപ്പാണെങ്കിൽ താഴത്തേക്ക് തന്നെ പോരാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെ പോയി ഹിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ താഴത്തേക്ക് എൻട്രി എടുക്കും എന്ന കണക്കിൻ പ്രകാരം നമ്മൾ എൻട്രി എടുത്താൽ നമുക്കിന്ന് സംഭവിക്കാവുന്നത് സ്റ്റോപ്പ് ലോസ് ആയിരിക്കാം. ഇല്ല, 0.3% അവിടെ മൂവ് ചെയ്തിട്ടുള്ളൂ. സോ ദാറ്റ് നമുക്ക് ആ ഓർഡർ ഒന്ന് അടയാളപ്പെടുത്തി വയ്ക്കാം. അതിലെന്താണ് ഇന്ന് സംഭവിക്കുന്നതെന്നൊന്ന് നോക്കാം. അപ്പോൾ 0.5% നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കുകയാണെങ്കിൽ ഇന്നത് ഹിറ്റ് ചെയ്തിട്ടില്ല. ഇനി താഴത്തേക്ക് നെക്സ്റ്റ് ഓർഡർ ബ്ലോക്കിൽ വന്ന് ഹിറ്റ് ചെയ്താൽ 1:2 നമ്മൾ മിനിമം വെക്കണം. അതിവിടെ വരെയാണ് വരേണ്ടത്. ഇന്നത് എന്ത് ചെയ്യും നമുക്ക് നോക്കാം. ഒപ്പം തന്നെ നിഫ്റ്റി 50 ഓർഡർ ബ്ലോക്കിൽ പോയി ഹിറ്റ് ചെയ്ത് റിവേഴ്സ് ആകുന്നുണ്ട്. ഓക്കെ, ഇനി ഭാരതി എയർടെല്ലിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് ഇവിടെ വന്ന് ഹിറ്റ് ചെയ്തിട്ടാണ് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓപ്പൺ ചെയ്ത് ഇവിടെയാണ്, താഴത്തേക്ക് വന്ന് ഹിറ്റ് ചെയ്തു, അതിനുശേഷം മുകളിലേക്ക് പോവുകയാണ്. സോ ദാറ്റ് എൻട്രി എടുക്കാമായിരുന്ന ഏരിയ ഇവിടെ തന്നെയാണ്. നമ്മളിവിടെ അലർട്ട് വെച്ചിട്ടുണ്ട്, അതെന്തുകൊണ്ടോ ട്രിഗർ ആയിട്ടില്ല. ഓക്കെ, അപ്പോൾ 0.5% ഇവിടുന്ന് സ്റ്റോപ്പ് ലോസ് വെച്ച് കഴിഞ്ഞാൽ എന്നിപ്പോൾ നെക്സ്റ്റ് ടാർഗറ്റിൽ വന്ന് ഹിറ്റ് ചെയ്താൽ 1:2 ആ ടാർഗറ്റിനുള്ളിൽ ഓർഡർ ബ്ലോക്കിനുള്ളിൽ കയറിയാൽ 1:2 അവിടെ കിട്ടാവുന്നതാണ്. ഓക്കെ, ഇനിയുള്ളത് സിപ്ലയിലേക്ക് വരുമ്പോൾ അത് താഴത്ത് വന്ന് ഹിറ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ മുകളിലേക്ക് എൻട്രി എടുത്തായിട്ട് കണക്ക് കൂട്ടണം. സിപ്ല ഓൾറെഡി ഉള്ളത് സൈഡ് വേസ് ട്രെൻഡിലാണ്, അതുകൊണ്ടാണ് നമ്മൾ സൈഡ് ആരോ കൊടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് എൻട്രി എടുത്തായിട്ട് കണക്ക് കൂട്ടിയാൽ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുന്നുണ്ടോ നമുക്ക് ആദ്യം അതൊന്ന് നോക്കാം. സ്റ്റോപ്പ് ലോസ് താഴത്തേക്ക് 0.5% ഇതുവരെ ഹിറ്റ് ചെയ്തിട്ടില്ല. ഇനി മുകളിലേക്ക് ഇത് റിവേഴ്സ് ആയാൽ നമുക്ക് നെക്സ്റ്റ് ഓർഡർ ബ്ലോക്കിലേക്ക് 1:2 നമുക്കവിടെ കിട്ടും കേട്ടോ. അപ്പോൾ 1:2 എന്തായാലും അവിടെ കിട്ടാനുള്ളതുണ്ട്. ഇനി SBI ലൈഫ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ SBI ലൈഫ് നല്ലൊരു എൻട്രി കിട്ടാമായിരുന്നതാണ്. കാരണം ഫസ്റ്റ് ക്യാൻഡിൽ ഓപ്പൺ ചെയ്തേക്കുന്നത് ഇവിടെയാണ്, അത് താഴത്തേക്ക് വന്ന് ഹിറ്റ് ചെയ്തു ഓർഡർ ബ്ലോക്കിൽ, എന്നിട്ട് മുകളിലേക്ക് പോവുകയാണ്. സോ ദാറ്റ് റിവേഴ്സൽ എൻട്രി അവിടെ കൃത്യമായിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 0.5% സ്റ്റോപ്പ് ലോസ് വെച്ചു. ഇനി നെക്സ്റ്റ് ഓർഡർ ബ്ലോക്ക് മുകളിലുള്ളതിലേക്ക് നമ്മൾ ടാർഗറ്റ് ചെയ്താൽ ഓൾറെഡി അത് 1:2 കൊടുത്തു കഴിഞ്ഞു കേട്ടോ, കൊടുത്തു കഴിഞ്ഞു. ഇനി വലിയൊരു ഓർഡർ ബ്ലോക്ക് ഉള്ളത് അതിനും മേളിലാണ്, അതിലേക്ക് നമ്മൾ ടാർഗറ്റ് ചെയ്യുവാണെങ്കിൽ 3.5 നമുക്ക് ടാർഗറ്റ് കൂട്ടാവുന്നതാണ്. അപ്പോൾ ഇത് നല്ല രീതിയിൽ ഇന്ന് വർക്ക് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ളതൊക്കെ എന്ത് സംഭവിക്കുന്നുള്ളത് നമുക്കൊന്ന് കണ്ടറിയേണ്ട കാര്യമുണ്ട്. നമ്മളെടുത്ത സ്റ്റോക്ക് ഇതാ ഇപ്പോൾ അത് എൻട്രി എടുക്കാൻ പാകത്തിലായിട്ടുണ്ട്. ഇനി താഴത്തേക്ക് വന്ന് ഹിറ്റ് ചെയ്യുമ്പോൾ ഒരാൾ എൻട്രി എടുത്താൽ പോലും അത് നല്ലൊരു എൻട്രി ആയിരിക്കാനുള്ള സാധ്യത ഇവിടെ കൂടുതലാണ്. അത് ഈ പൊസിഷനിൽ ഇട്ടാൽ മതി എൻട്രി. അതായത് ഇന്നിപ്പോൾ ഓൾറെഡി ഒരു ഓർഡർ ബ്ലോക്ക് ഇവിടെ വന്നു, അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും. ഈ റെഡ് ക്യാൻഡലിൻ്റെ ഹൈയിൽ നമുക്ക് എൻട്രി എടുക്കാവുന്നതാണ്. അവിടെ നിന്ന് എൻട്രി എടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് ലെവലിലേക്ക് 3.5 എന്നുള്ളത് നമുക്കിവിടെ എൻട്രി എടുത്തായിട്ട് കണക്ക് കൂട്ടിയാൽ മതി. നെക്സ്റ്റ് ഓർഡർ ബ്ലോക്കിലേക്ക് വന്ന് ഹിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാവുന്ന 3 ആണ്, 1:3 അവിടെ കിട്ടാം. അപ്പോൾ ഇനി എന്തായാലും നമ്മൾ ഇന്ന് ഓർഡർ എടുക്കുന്നില്ല, നമ്മൾ അടുത്ത ദിവസമേ ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ട്രേഡ്. നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഇൻഡെക്സ് ബിഹേവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡൗൺ ട്രെൻഡിലേക്ക് എന്ന പോലെയാണ്. മുകളിലത്തെ ബെയറിഷ് ഓർഡർ ബ്ലോക്കിൽ ഹിറ്റ് ചെയ്തിട്ട് താഴത്തേക്ക് പോരുവാണ്. അറ്റ് ദ സെയിം ടൈം നമ്മുടെ സ്റ്റോക്ക് കഴിഞ്ഞ ദിവസത്തെ ബെയറിഷ് ഓർഡർ ബ്ലോക്കിനെ ബ്രേക്ക് ചെയ്ത് സപ്പോർട്ട് എടുത്തുകൊണ്ട് മുകളിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ മാക്സിമം നമ്മൾ പ്രതീക്ഷിക്കുന്ന ഇന്ന് ഈ സ്റ്റോക്കിൽ ഒരു മിനിമം 2% ചേഞ്ച്, അങ്ങനെയാണെങ്കിൽ 2% എന്ന് പറയുമ്പോൾ ഇവിടെ വരെ അപ്പോൾ എന്തായാലും നമുക്കൊരു ഈ ഒരു ഓർഡർ ബ്ലോക്കിലേക്ക് വന്ന് ഹിറ്റ് ചെയ്യുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. അങ്ങനെയാണെങ്കിൽ 2.29 ചേഞ്ച് ഇതിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. സോ ദാറ്റ് എൻട്രി എടുക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു 1:3 ഒരു റിസ്ക് റിവാർഡിനുള്ള സാധ്യത അവിടെ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും അടുത്ത ദിവസം കാണാം. ഓക്കെ, താങ്ക് യു.